ഹലോ ഗായ്സ്, ഞാൻ പുതിയ വീഡിയോ ആയിട്ട് വന്നുള്ളത്. ഇന്ന് ഞാൻ അബുദാബി പോവാണ് കേട്ടോ. എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒപ്പമല്ല, ഫ്രണ്ട്സിൻ്റെ ഒപ്പം. അപ്പോൾ ഗേൾസ് മീറ്റപ്പ് ഉണ്ട് ഞങ്ങൾക്ക് അബുദാബിയിൽ. അപ്പോൾ കുറച്ച് സ്നാക്സൊക്കെ ഓരോരുത്തർ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് കൊണ്ടുപോകുന്നത് കപ്പ് കേക്കാണ് കേട്ടോ. മദീനയിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ മീറ്റപ്പിന് പോണ തലേ ദിവസം തന്നെ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഇത്ര മണിക്ക് ഇറങ്ങണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ ഇറങ്ങാൻ 5 മണിക്കുള്ള മീറ്റപ്പിന് ഞങ്ങൾ ഇറങ്ങിയത് 5:45. എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങിയത് 5:45 കേട്ടോ. അത്രയും നേരം വൈകിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ തലേ ദിവസം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 5 മണിക്കൊന്നും ഇറങ്ങാണ്ട, ഒരു 5:45 ആകുമ്പോൾ ഇറങ്ങിയാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം മക്കളൊക്കെ കുഞ്ഞിയതല്ലേ, അവർക്കും ടയേർഡാവും, നമ്മളും ക്ഷീണിക്കും. അപ്പോൾ ഞങ്ങളവിടെ എത്തുമ്പോൾ 6:30 ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് നല്ല കാലാവസ്ഥയായിരുന്നു, ആ ചൂടൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ മക്കൾ അവർ മൂന്നാളായിട്ടും ഇങ്ങനെ ഒരുമിച്ച് നടന്നിരുന്നു. പിന്നെ ഞങ്ങളുടെ എത്തുമ്പോഴേക്കും എല്ലാവരും സെൽഫ് ഇൻട്രൊഡ്യൂസൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അത്രയും നേരം വൈകി ഞങ്ങൾ. അങ്ങനെ ഇനിയുള്ളത് ഞാൻ കൊണ്ടുവന്ന കപ്പ് കേക്ക് ഇതാണ് കേട്ടോ, മദീനയിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായത്. അതൊക്കെ എല്ലാവർക്കും കൊടുത്ത് ഓരോരുത്തരായിട്ട് പരിചയപ്പെട്ട് പിന്നെ ഓരോരുത്തരിങ്ങനെ അവരെ നാട്ടിലത്തെ സ്പെഷ്യൽ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അതൊക്കെ കഴിച്ച് അങ്ങനെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നമുക്കിങ്ങനെ ഓരോ സ്ഥലത്തെ ആൾക്കാരെ ഇങ്ങനെ പരിചയപ്പെടാൻ പറ്റും. അതന്നെ വലിയ കാര്യം. കാരണം ഇത്ര നാൾ നമുക്കിവിടെ ഫ്രണ്ട്സൊന്നും ഇല്ലാണ്ട് നമുക്ക് ഒരു ഫ്രണ്ട്സിനെ കിട്ടുമ്പോൾ ഒരു ഹാപ്പി എന്ന് വെച്ചാൽ അത് വല്ലാത്തൊരു ഹാപ്പി ആയിരുന്നു കേട്ടോ. പിന്നെ കുറേ ഗെയിംസ് ഉണ്ടായിരുന്നു, ഫോട്ടോ ഒക്കെ എടുക്കലുണ്ടായിരുന്നു. ഗെയിമിലൊന്നും എനിക്ക് കളിക്കാൻ പറ്റിയില്ല, കാരണം എൻ്റെ മോള് ഓടാൻ നിൽക്കുക. എനിക്ക് അവരായിട്ടൊന്ന് നല്ലോണം സംസാരിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ സംസാരിക്കാൻ പറ്റുന്നില്ല. മോള് ബായ് എന്നിട്ടിങ്ങനെ ഓടുക. പിന്നെ ഒരാൾ ഡോണറ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിച്ചു. ഇനി നേരെ വീട്ടിലേക്ക് കേട്ടോ. കാരണം വീട്ടിലുള്ളവരൊക്കെ പുറത്ത് പോയിക്കാണ്. ഇക്ക എന്നെ വീട്ടിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി. ഞാൻ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് രണ്ടാമത് പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. അപ്പോൾ എനിക്ക് എന്തോ ഒരു ഷവർമ്മ കഴിക്കാൻ എന്തോ പൂതി. അപ്പോൾ ഞാൻ ഇക്കടെ പറഞ്ഞു നമുക്ക് ഷവർമ്മ വാങ്ങിച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പോകുന്നത് ബേത്തിൽ കത്തേറിക്കാണ് കേട്ടോ. എൻ്റെ മിക്ക വീഡിയോസിലും ബേത്തിൽ കത്തേറ് കാണുന്നുണ്ടാവും. കാരണം എനിക്ക് അവിടുത്തെ മൂൺ ഷവർമ്മ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ മൂൺ ഷവർമ്മ തിന്നാനുള്ള ആഗ്രഹത്തിലാട്ടോ അവിടെ ഇരുന്ന് കഴിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് പോയിന്ന്. അപ്പോൾ വീട്ടിലത്തവർക്ക് വിളിച്ചപ്പോൾ അവർ ഫുഡ് കഴിച്ചില്ല, വീട്ടിൽ വന്നിട്ട് ഫുഡ് കഴിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ മൂൺ ഷവർമ്മ ക്യാൻസൽ ചെയ്തിട്ട് പ്ലേറ്റ് ഷവർമ്മ ആക്കി കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് അവിടെ ഇരുന്നു, അവിടെ ഇരുന്നിട്ട് ഫുഡൊക്കെ കഴിക്കാൻ വെച്ചിട്ട്. പക്ഷേ അവർ വീട്ടിലെത്താനായി എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് കഴിച്ചില്ല, വീട്ടിൽ പോയിട്ട് തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ പ്ലേറ്റ് ഷവർമ്മ ബില്ലൊക്കെ ചെയ്ത് നമ്മൾ ഷവർമ്മയ്ക്ക് വേണ്ടി വെയിറ്റിംഗ് ആട്ടോ. ഞാൻ ഫസ്റ്റ് നാട്ടിലത്തെ ഷവർമ്മ എനിക്ക് ഇഷ്ടമായിരുന്നു. പിന്നെ യുഎത്തെ ഷവർമ്മ തിന്നപ്പോഴാണ് യഥാർത്ഥ ഷവർമ്മയുടെ ടേസ്റ്റ് മനസ്സിലായത് കേട്ടോ. പിന്നെ എനിക്ക് നാട്ടിൽ പോയാൽ നാട്ടിലത്തെ ഷവർമ്മ ഇഷ്ടമല്ല. കാരണം ഇവിടുത്തെ ഷവർമ്മ കട്ടിങ് ഒക്കെ ഭയങ്കര രസം, നമുക്ക് നോക്കിയിരിക്കാം. അങ്ങനെ ഇശലിന് അവർ ഒരു ഫ്രഞ്ച് ഫ്രൈസ് കൊടുത്തു കേട്ടോ, ഒരു കുഞ്ഞി കവറിലിട്ടിട്ട്. അങ്ങനെ ഇശല് 2-3 തിന്നോളൂ, ബാക്കിയൊക്കെ തിന്നത് ഞാനാണ് കേട്ടോ. ഇപ്പം ഇശല് ബാക്കി വെക്കണമൊക്കെ തിന്ന് ഞാനിപ്പോൾ നല്ല തടി വെക്കുന്നുണ്ട്. തടി കുറഞ്ഞതായിരുന്നു, വീണ്ടും നല്ലോണം തടി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ കോപ്പിലൊക്കെ പോയി ഫ്രൂട്ട്സ് എന്തെങ്കിലുമൊക്കെ നോക്കാൻ വെച്ചിട്ടാട്ടോ പോയത്. അങ്ങനെ ഫ്രൂട്ട്സ് ഒന്നും നല്ല കണ്ടില്ല. പിന്നെ എന്താ കൂൾ ഡ്രിങ്ക്സ് വാങ്ങിച്ചു. ഇശൽ വെച്ചാൽ ബില്ലിടുന്ന സ്ഥലത്തെ എല്ലാ സാധനവും കൈയെടുത്ത് പിടിക്കും കേട്ടോ. കണ്ടോ, അവളെ കയ്യിൽ എല്ലാ സാധനങ്ങളും ഉണ്ടാവും. എന്നിട്ട് ബില്ലിടാൻ വേണ്ടിയിട്ട് അമ്മയുടെ കയ്യിൽ കൊടുക്കും. അമ്മയുടെ കൈ കൊടുക്കുന്ന സമയത്ത് എല്ലാം ഞങ്ങളവിടെ തിരിച്ചു വെക്കും കേട്ടോ. അപ്പോൾ അവിടെ വെച്ചതിനുള്ള ഒരു വിഷമമാണ് ഈ കാണുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ബൈ.